ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റുള്ളതും നല്ല ക്രിസ്പി ആയിട്ടുള്ളതുമായ ഒരു കച്ചോരിയുടെ റെസിപ്പി ഉണ്ടാക്കാം. അത് ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കച്ചോരി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനൊരു 100 ഗ്രാം ചെറുപയറിൻ്റെ അളവ് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് അത് ഊറ്റി കഴുകി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു 150 ഗ്രാം കടലമാവ്, 250 ഗ്രാം മൈദ, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ നെയ്യ്, 1 ടീസ്പൂൺ അരിമോദകം, പിന്നെ 1 ടീസ്പൂൺ ചാട്ട് മസാല, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക്, മുഴുവനുള്ള കുരുമുളക്, പിന്നെ കസ്തൂരി മേത്തി 1 ടീസ്പൂൺ എടുക്കണം. പിന്നെ കായം 1 ടീസ്പൂൺ എടുക്കണം. ഇത്ര സാധനങ്ങളാണ് നമുക്ക് കച്ചോരിക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ആ മൈദ നമുക്കൊരു ബോളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ അരിമോദകം അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ നെയ്യ് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് സ്വല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ആ മൈദ ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. സ്വല്പം ഉപ്പും വെള്ളവും ഒഴിച്ച് ആ മൈദ അജ്മായിട്ട് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇത് ഒന്ന് അടച്ചു വയ്ക്കാം. നമുക്ക് ഒരു മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത ആ മല്ലി, പിന്നെ പെരിഞ്ജീരകം, കുരുമുളക്, പിന്നെ ജീരകം, ഇതെല്ലാം കൂടി ഇട്ട് നമുക്കിതൊന്ന് തരിയായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് പൊടിഞ്ഞു പോകരുത്, തരിയായിട്ട് നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കാം. നമുക്കത് തരിയായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുതിർത്ത് വച്ചിരുന്ന ആ ചെറുപയറിൻ്റെ അളവില്ലേ, അതുകൂടി നമുക്കൊരു ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അതും അരഞ്ഞു പോകരുത്, ഒന്ന് ചതഞ്ഞ് എടുക്കാം. നമ്മൾ ആ കുതിർത്ത് വച്ചിരുന്ന ചെറുപയറിൻ്റെ അളവില്ലേ, അതും കൂടി ഒരു ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അരഞ്ഞു പോകരുത്, നമുക്കതൊന്ന് ചതച്ചെടുക്കാം. അത് വേണ്ട, നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പേ വെച്ചിട്ട് അതിലേക്ക് അത് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഒരു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ പൊടിച്ച ആ തരിയായിട്ട് പൊടിച്ച ആ മസാലപ്പൊടിയില്ലേ, അത് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ആ മല്ലി, പെരിഞ്ജീരകം, ജീരകം, കുരുമുളക് ഇതെല്ലാം കൂടെ പൊടിച്ച ആ പൊടിയാണ് നമ്മൾ എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ ആ എടുത്തു വെച്ച കടലമാവ് ഇട്ട് കൊടുക്കാം. അത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ ആ ചെറുപയറിൻ്റെ അലവ് ചതച്ച് വെച്ചിരുന്നില്ലേ, അത് ഇട്ട് കൊടുക്കാം. അതും കൂടി നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം.
1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഹൽദി പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു തരുന്ന കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം. അതൊന്ന് കൈയുടെ വെള്ളം വെച്ച് ഒന്ന് ചതച്ചിട്ട് ഒന്ന് ഞെരടിയിട്ടാണ് ഞാനത് ഇട്ടത്, എങ്കിലേ അതിൻ്റെ മണം വെളി വരത്തുള്ളൂ. പിന്നെ അര ടീസ്പൂൺ കായം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം കൂടെ മണം ഈ വീട് മുഴുവനും കിച്ചൺ നിറച്ചതിൻ്റെ മണം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക ഇത് മസാല എല്ലാം കൂടെ മൂത്തപ്പോഴത്തേക്കും. പിന്നെ ഇനി നമുക്കൊരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ എല്ലാ ടേസ്റ്റും ക്രമീകരിക്കാൻ വേണ്ടി നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്ക് യോജിപ്പിച്ച് ഇറക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അപ്പോൾ നമ്മുടെ മസാല തണുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ആ മസാല എല്ലാം നല്ലതുപോലെ ഇളക്കിയിട്ട് ഇതൊരു ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ആ മസാലയെല്ലാം ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല പരുവായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബോൾ എടുത്ത് വെച്ചിട്ട് നമുക്ക് ആ മാവ് അതിലേക്കിടാം. അതിലേക്കിട്ട് നമുക്ക് അത് നമുക്ക് ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് നമുക്കത് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കതിലെ ഓരോ ഉരുള എടുത്തതാണ്ട് ഇതുപോലെ പരത്തണം. ഇതുപോലെ നമ്മുടെ കൈയുടെ വെള്ളയിൽ വെച്ച് പരത്തിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഓരോ ഉരുള ഇതിൻ്റെ നടുക്ക് വെച്ച് ഇങ്ങനെ പൊതിഞ്ഞെടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് നമ്മുടെ കൈയുടെ വെള്ളയിൽ വെച്ച് ഇങ്ങനെ ഒന്ന് പരത്തണം. ഇങ്ങനെ പരത്തിയെടുക്കണം. ഇതെല്ലാം നമുക്ക് അതുപോലെ പരത്തിയെടുക്കാം. അപ്പം ഞാനതെല്ലാം ഈ ഷേപ്പിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കച്ചോരി ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടപ്പേ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
നമ്മൾ തീ കുറച്ച് വെച്ച് വേണം ഇത് മുരിച്ചെടുക്കാനായിട്ട്. അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരിമൊരാന്ന് മൊരിഞ്ഞ് എല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കച്ചോരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ നല്ല ടേസ്റ്റായിട്ടുള്ള കച്ചോരിയാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അതുകൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.